ശബരിമല യുവതീ പ്രവേശന വിഷയം അടക്കം പരിഗണിക്കുവാൻ 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുവാൻ സാധ്യത തേടുകയാണ് സുപ്രീം കോടതി. ഈ സാധ്യത പരിശോധിക്കുന്നതിന് വേണ്ടി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കുന്നത്. പരമോന്നത കോടതി പരിശോധിക്കുന്നത് മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ, മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം ഉറപ്പാക്കണോ എന്നീ വിഷയങ്ങളാണ്. ഇതിൽ സുപ്രധാന തീർപ്പ് ഉണ്ടായേക്കും. അതേസമയം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM നേതാവ് M. സ്വരാജ് നടത്തിയ പ്രസംഗം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. യൂത്ത് കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടുന്നത്. 2018 പ്രസംഗത്തിന്റെ വീഡിയോ സഹിതമായിരുന്നു പരാതി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിവാദപരവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവന M. സ്വരാജ് നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചുവെന്നും മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണ് പ്രളയമായി നദികളിലൂടെ ഒഴുകി വന്നതെന്നുമായിരുന്നു M. സ്വരാജിന്റെ അന്നത്തെ പ്രസംഗം.